പ്രിയപ്പെട്ടവരെ, കൂടെ കൂടേണ്ടവരൊക്കെ ഫോളോ അടിച്ചിട്ട് കൂടെ കൂടിക്കോ. ആദ്യമേ പറയട്ടെ, ടാര ടോജോ അലക്സ് എന്ന് പറയുന്ന കാണാൻ തരക്കേടില്ലാത്ത സോഷ്യൽ മീഡിയയിൽ കോൺഗ്രസിൻ്റെതായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നു പറയുന്ന വീഡിയോ ആയിട്ട് ചെയ്യുന്ന ഇവർക്ക് എതിരായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അവരുടെ ഇന്ന് രാവിലെ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ അവർ ഉപമിച്ചിട്ടുള്ളത് രാവണന്റെ ചിത്രത്തിലാണ്. രാവണൻ ഒരു സ്ത്രീലമ്പടനാണ്, സീത ഒരു ഇരയാണ് എന്നുള്ളതൊക്കെയാണ് അവരുടെ പോസ്റ്റിൽ പറയുന്നത്. രാഷ്ട്രീയത്തിൽ മുസ്ലിം ലീഗിൽ ഫാത്തിമ തഹ്ലിയയെ പോലെ, നിങ്ങളുടെ കോൺഗ്രസിൽ ടാര ടോജോ അലക്സിനെ പോലെ ഇതുപോലത്തെ സൗന്ദര്യമുള്ള ആളുകളെ കാണുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രവർത്തകരിലെ ചില ആളുകൾ അവർ പാവാടവള്ളികളായിട്ട് കൂടുന്നത് നമ്മൾ പല കാലത്തും കണ്ടിട്ടുണ്ട്, ഈ കാലത്തും കാണുന്നുണ്ട്, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ പോസ്റ്റിൽ പോസിറ്റീവായി അടിക്കുന്ന കമൻറ്റുകളിലെ പുരുഷന്മാരായിട്ടുള്ള യുവാക്കളായിട്ടുള്ള ആളുകളെ ഞാൻ ഈ പാവാടവള്ളികളായിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. കാരണം തെളിവില്ലാത്ത ഒരു കാര്യത്തിൻ്റെയും കൂടെ ഞാൻ ഈ ദിവസം വരെ നിൽക്കാറില്ല, നിൽക്കില്ല. പാവാടവള്ളികൾ ഇനിയിപ്പോൾ ഈ വീഡിയോൻ്റെ താഴെ വന്നിട്ട് കുറച്ച് കുരച്ച് കഴിഞ്ഞാലും ഞാൻ എൻ്റെ ഈ താടി കുറച്ചുകൂടെ ഒന്ന് നീട്ടി വളർത്തും, നിങ്ങൾ പാവാടവള്ളികൾക്ക് ചേരക്കാൻ. ഇതാണ് തുടക്കത്തിൽ പറയുന്നത്. ഇനിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നത്. ആദ്യമേ പറയട്ടെ, കോൺഗ്രസ് പാർട്ടിയിൽ എനിക്ക് രാഷ്ട്രീയ നിലപാടിൽ ഇഷ്ടപ്പെട്ട രണ്ട് നേതാക്കളിൽ ഒരാൾ ഷാഫി പറമ്പിലും ഒരാൾ രാഹുൽ മാങ്കൂട്ടത്തിലാണെന്ന് ആദ്യം തന്നെ പറയുകയാണ്. സോഷ്യൽ മീഡിയ പോസ്റ്റാണ് എന്നെ കൊണ്ട് ഈ വീഡിയോ ചെയ്യാനുണ്ടായിട്ടുള്ള കാരണം. അപ്പോൾ ആദ്യം ഇത് കേട്ടിട്ട് മീഡിയ. അപ്പോൾ എന്റെ സംശയം, സത്യം പറയാനാണോ മീഡിയ, അതോ മീഡിയ പറയുന്നതാണോ സത്യം? ഒരു പെൺകുട്ടിയുടെ വോയിസ് മെസ്സേജ് ഒരു ചാനൽ പ്രദർശിപ്പിച്ചു കഴിഞ്ഞാൽ അത് സത്യമാവുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ കേരളം ഇടതുപക്ഷം ഭരിക്കുന്ന നാട്ടിൽ ഇടതുപക്ഷത്തിന്റെ പോലീസ് സ്വമേധയാലോ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ പരാതിയുടെ പുറത്തോ എന്തുകൊണ്ടാണ് ഇതുവരെ എടുക്കാത്തത്? രണ്ടാമത്, ഈ സ്ത്രീ ഗർഭിണിയായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിന് എന്താണ് ഉറപ്പ്? മൂന്നാമത്, ഈ സ്ത്രീ അബോർട്ട് ചെയ്തു എന്ന് പറയുന്നുണ്ട്, ആ പറയുന്ന കാര്യം സത്യമാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉറപ്പ് തരാൻ പറ്റുമോ? നാലാമത്, വലിയ ഫാം നടത്തുന്ന ആളുകൾ എങ്ങനെയാണ് കുടിൽ വ്യവസായം നടത്തുന്ന കോഴിക്കോടിനെ എങ്ങനെയാണ് ഇടതുപക്ഷക്കാരായിട്ടുള്ള ആളുകൾ വിമർശിക്കുക എന്നുള്ളതാണ് നാലാമത്തെ ചോദ്യം. അഞ്ചാമത്തെ ചോദ്യം രാമായണത്തിനോട് ഉപമിച്ചിട്ടുള്ള ടാര ടോജോ അലക്സിനോടാണ്. ആ വോയിസ് ക്ലിപ്പ് ലീക്കായി എന്ന് പറയുന്ന വോയിസ് ക്ലിപ്പിൽ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറാക്കി പറയുന്ന ശബ്ദം നിങ്ങളുടെയാണോ? നിങ്ങളാണോ ഗർഭിണിയായിട്ടുള്ള ആൾ? നിങ്ങളാണോ അബോർട്ട് ചെയ്തിട്ടുള്ള ആൾ? നിങ്ങൾ തമ്മിലുള്ള എന്താ പറയുക വാഗ്വാദങ്ങളും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സംസാരങ്ങളുമായിരുന്നോ അതിൽ കേട്ടിരുന്നത്? കാരണം ശബ്ദം ആരുടെയാണെന്ന് ഇതുവരെ വ്യക്തമല്ല. അത് യഥാർത്ഥമാണോ അല്ലേ എന്നുള്ളത് പോലും വ്യക്തമല്ല. രാഷ്ട്രീയ നേതാക്കളുടെ മുഖം അതേപോലെ മോർഫ് ചെയ്തുണ്ടാക്കാൻ പറ്റുന്ന AI ഫെസിലിറ്റിയുള്ള നമ്മുടെ നാട്ടിൽ, അവരുടെ അതേ ശബ്ദം അതേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന AI ഫെസിലിറ്റിയുള്ള നമ്മുടെ നാട്ടിൽ ഇത് ഫേക്ക് ആണോ ഒറിജിനൽ ആണോ എന്ന് ഇത്ര കൃത്യമായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് അറിയാൻ കഴിയുന്നത്? സ്ത്രീലമ്പടനാണ് എന്നും സീത ഇരയാണ് എന്നുള്ളതും അറിയാമെന്നുള്ളതാണ് നിങ്ങളുടെ പോസ്റ്റിൽ പറഞ്ഞിട്ടുള്ളത്. ഞാനും ഒരു കഥ എനിക്ക് പറയാനുണ്ട്. അതേ രാമായണത്തിലെ അതേ രാവണന്റെ സ്ഥാനത്ത് ഷാഫി പറമ്പിലാണ് എന്നുള്ളത് നിങ്ങളാണ്ട് വിചാരിക്കാം. അതും കഴിഞ്ഞിട്ട് അതേ രാമായണത്തിലെ സീതയുടെ സ്ഥാനത്ത് നിങ്ങളാണ് എന്നുള്ളതും നിങ്ങളുടെ വിചാരിക്കാം. അപ്പോൾ ഈ ഷാഫി പറമ്പിൽ നിങ്ങളായിട്ട് മോശമായി പെരുമാറിയെന്നും ഷാഫി പറമ്പിൽ നിങ്ങളുമായിട്ട് എന്തെങ്കിലും തെറ്റായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായെന്നും ഷാഫി പറമ്പിൽ നിങ്ങളുമായിട്ട് നിങ്ങളുടെ മ്യൂച്വൽ കൺസെൻറ്റോട് കൂടിയുള്ള തന്നെ നിങ്ങൾ തമ്മിൽ എന്തൊക്കെ ബന്ധങ്ങൾ ഉണ്ടായി എന്നുള്ളതും, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയുക ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അബോർട്ട് ചെയ്യേണ്ടി വന്നു എന്നുള്ളതൊക്കെ ഞാനിവിടെ വന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ സോഷ്യൽ മീഡിയയിൽ വന്നിട്ടൊരു വീഡിയോ ആയിട്ട് ഇയാൾ പറയുന്നത് പച്ചക്കള്ളമാണ്, ലോജിക്കില്ലാത്ത കാര്യമാണ്, ഞാനൊരിക്കലും ഷാഫി പറമ്പിലും ഞാനുമായിട്ട് അങ്ങനെ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, ഇനി ഒരിക്കലും പറയുകയുമില്ല, അതുകൊണ്ട് പറയുന്നത് ഇനി ഒരിക്കലും പറയുകയുമില്ല എന്നുള്ളതും, വരുന്ന തെരഞ്ഞെടുപ്പിൽ ഞാനൊരു സീറ്റ് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതും, ആ സീറ്റ് ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന് അതിൻ്റെ സാഹചര്യത്തിൽ എനിക്കത് നിഷേധിക്കുകയാണെങ്കിൽ അന്ന് ഇതുപോലത്തെ ആയുധങ്ങളെടുത്ത് ഞാൻ വരില്ല എന്നുള്ളതും, പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കില്ല എന്നുള്ളതും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെ വീഡിയോ ഇട്ട് എനിക്ക് മറുപടി തരാൻ നിങ്ങൾക്ക് പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾക്കത് പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് പറയണം. നിങ്ങൾ ഇന്നത് ചെയ്താൽ നാളെ പ്രതിസന്ധിയിലാകുന്ന പ്രവർത്തകന്മാർക്ക് അതിൽ നിന്ന് ഒരു റിലീവ് കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇനി നിങ്ങളത് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യമാണെന്നുള്ളത് ജനങ്ങൾ വിശ്വസിക്കും. പക്ഷേ